ശുണ്ടാപ്പിയാണ് എന്റെ ശുക്കുടുപടി. ഇങ്ങടാ നിനക്ക് ഇവിടെ ഇരിക്കുകയായിരുന്ന മിസ്റ്റർ കാട്ടാക്കടക്കുട്ടൻ. പൂച്ചയോടാ നിങ്ങളുടെ കളി. പൂച്ചയൊക്കെ പറഞ്ഞു ഇവിടെ മാന്തി കഴിഞ്ഞാൽ ഒരു മര്യാദ കാണൂല്ലോ. പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. നിങ്ങൾ കാട്ടാക്കട പോയി കിടന്ന് ഭയങ്കര കറക്കമായിരുന്നൊക്കെ ഞാൻ അറിഞ്ഞു. കാട്ടാക്കട എന്തോ കൊണ്ടുവന്നു അവിടെ അവിച്ച് വെച്ചേക്കണ കൊണ്ടുവരാൻ. നിങ്ങളെ ന്യൂ ഇയർ ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ കണ്ടത്. ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാം. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ശബ്ദം എടുക്കേണ്ടതാണ്. നിങ്ങൾ ഒരു തീരുമാനം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ന്യൂ ഇയർ ആയിട്ട്? പിന്നെ എടുത്തു വന്നാ കൊള്ളാം. ഞാനാണ് ഏറ്റവും വലിയ ശബ്ദം എടുത്ത ആൾ ഈ ന്യൂ ഇയറിന്. നിങ്ങൾ ശബ്ദം എടുത്ത്? ഞാൻ എല്ലാം നിർത്തി. വെള്ളോട് നിർത്തി, സിഗരറ്റ് വലി നിർത്തി, മൊത്തത്തിലുള്ള അലമ്പ് പരിപാടി എല്ലാം നിർത്തി. എല്ലാം നിർത്തി? ഓ, പ്രധാനമായിട്ട് നീയായിട്ടുള്ള കമ്പനിയെ നിർത്തി. എന്നെ ഒഴിവാക്കി വിട്ടോ? ഓ, ഇങ്ങനെ നിർത്തി എന്ന് പറയുന്നത് ഞാൻ നിർത്തി. അപ്പോൾ നിങ്ങൾ അല്ലാതെ എല്ലാം കൊണ്ട് നിർത്താൻ പറ്റാൻ പറ്റൂടെ? ഞാൻ നിർത്തത്തൊന്നുമില്ല. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളൊന്നും ഒരിക്കലും ഒരു പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരുത്തനാണ് നിങ്ങൾ. നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഇത് നിർത്താക്കൂലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയുന്ന വാക്കിന് വിലയുണ്ട്. ഞാൻ എല്ലാ പരിപാടിയും നിർത്തി. ഇനി ഒരു പരിപാടിയില്ല. പ്രധാനമായിട്ട് അഞ്ജനയുടെ പിറവെ ഈ അളിഞ്ഞു പിടിച്ചുള്ള നടത്തമുണ്ടല്ലേ, ഞാൻ നിർത്തി. ഓ, അതെന്തായാലും പെണ്ണ് നല്ലതായി. അതല്ല എന്തിനാ നാണമാനം കെട്ടി ഞാൻ ഇങ്ങനെ നടക്കണം? വെള്ളപ്പൊടി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഞാൻ ഒരു ശബ്ദം എടുത്തവനാണ്. ഒരു വേറെ പ്രശ്നമുണ്ട്. കല്ലുണ്ട്, കല്ലിന്റെ വിഷയമാണ്. കരിങ്കല്ല വെള്ളരങ്ങല്ല. എടാ, എനിക്കിവിടെ ഒരു ലോഡ് വേണോടാ, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. കരിങ്കല്ലൊക്കെ വെച്ച് കരിങ്കല്ല് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. എന്തായാലും നീ രക്ഷപ്പെട്ടാ. നല്ലൊരു ബിസിനസ് കല്ല്. എടേ, ഫസ്റ്റ് ലോഡ് ഞാൻ തന്നെ തരാം കരിങ്കല്ലിന്റെ. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിഡ്നിക്കകത്ത് സ്റ്റോൺ ഇരിക്കുന്നെന്ന്, കല്ലുണ്ടെന്ന് ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് വരെ നിർത്തി, അറിയാമോ? അതാണ് ഇതെല്ലാം ഈ 2026 എല്ലാം നിർത്തിയേ പറ്റുള്ളൂ. ശരി, നിർത്തിക്കോ. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഇല്ലടാ, നമ്മൾ ഒരു ജോണി വാക്കർ ജോണിയല്ല അല്ല ഒരു ജോണി വാക്കർ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ അജയനെ വിളിക്കാം. നീ എല്ലാം നിർത്തിയല്ല? ആര് നിർത്തി? അല്ല, നീ ഇപ്പൊ നിർത്തി എന്നൊക്കെ പറഞ്ഞു. ഈ നിർത്തിയില്ല. ജോണി വാക്കർ ഇരിപ്പുണ്ടാ? എടാ, ഈ കല്ലിന്റെ വിഷയമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരു കാര്യം ചെയ്യും, ജോണി വാക്കർ ഇരിപ്പുണ്ടെങ്കിൽ ക്ലാസ് എടുത്ത് അങ്ങോട്ട് എന്ത് ജോണി വാക്കർക്ക് നിങ്ങൾ കാട്ടാക്കടന്ന് ജോണിയും കൊണ്ടുവന്നിട്ടേ നിങ്ങൾ അങ്ങനെ എന്നെ നിനക്കൊരു കാര്യം അറിയാമോ? നമ്മളെ പോലെ ചെറുപ്പക്കാര് എല്ലാ ന്യൂ ഇയറിന്റെ തലേന്ന് പറയും ഒരു ശബ്ദമുണ്ട്. ഓ, നാളെ തൊട്ട് വെള്ളം ഓടിയില്ല, സിഗരറ്റ് ഒലിയില്ല, ഒന്നുമില്ല. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും പറയുന്ന കാര്യം. ഒരാഴ്ച കഴിഞ്ഞാലോ? ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ 2026 അല്ല 2050 ആയാലും ഈ പറയുന്ന ശബ്ദം നടക്കാൻ പോണില്ല. നടക്കാൻ ജോണി ഇരുന്ന് ആറും പെട്ടെന്ന് കാട്ടാക്കട കൊണ്ട് ജോണി കൊണ്ട് വന്നിട്ട് ജോലി കൊണ്ടാടേ.